നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. ഇന്ന് ഗുരു പൂർണിമയാണ്. ഈ ഒരു ദിനത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഗുരുവിനെ പറ്റി. ഇന്ന് ഞാൻ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അങ്ങേയറ്റം അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് മുൻപിൽ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ സ്റ്റക്കായിട്ട് നിന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ 2 വർഷങ്ങൾക്ക് മുൻപ്. രേഖയുടെ ലോകത്തേക്ക് വന്നപ്പോൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഇനിയും ഉയർന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് മറ്റൊരു ഗുരു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവരെയും ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവരാണ് എനിക്ക് ആദ്യമായി രേഖ എന്താണ് എന്ന് പറഞ്ഞു തരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ മുന്നോട്ടേക്ക് പോവാൻ ആ ഗുരുവിൽ നിന്നും എനിക്ക് സാധിച്ചില്ല. പിന്നെ എന്ത് ചെയ്യും എന്ന് സ്റ്റക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ എല്ലാ പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നത് എൻ്റെ മഹാദേവൻ്റെ അടുത്താണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങ് വന്ന് എന്നെ പഠിപ്പിക്കുമോ എന്നായിരുന്നു. ആ സമയത്താണ് വിനു സാർ എനിക്ക് കിട്ടിയത്. വിനു സാറിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. വലിയൊരു ഭാഗ്യമെന്ന് പറയാൻ, എല്ലാ ദീക്ഷയും ഇതുവരെ സ്വീകരിച്ച എല്ലാ ദീക്ഷയും നേരിട്ട് സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്, അല്ലേ? നേരിട്ട് ദീക്ഷ എടുത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ദീക്ഷയും നേരിട്ട് സ്വീകരിക്കുകയും ഒടുവിൽ മാസ്റ്റർ ടീച്ചർ ആവാൻ കാത്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അധികം വൈകാതെ, അല്ലെങ്കിൽ അഭിമാനത്തോടെ തന്നെ എനിക്ക് പറയാം, വിത്തിൻ 1 ഇയർ സാറിൻ്റെ അടുത്ത് നിന്നും മാസ്റ്റർ ടീച്ചർ ആവാനുള്ള ദീക്ഷ ലഭിച്ച ആളാണ് ഞാൻ. ഭാഗ്യം കിട്ടിയ ആളാണ്. സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ 1 വർഷം കൊണ്ട് മാസ്റ്റർ ടീച്ചറായ വ്യക്തിയുമുണ്ട് എന്നുള്ളത്. എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് എനിക്കുണ്ടായൊരു അഭിമാനവും സന്തോഷവും എത്ര പറഞ്ഞാലും അറിയില്ല അതെങ്ങനെയാണ് മറ്റുള്ളവരോട് പറയേണ്ടത് എന്നുള്ളത്. അത്രമാത്രം സന്തോഷത്തിലായിരുന്നു ഞാൻ. കാരണം നമ്മുടെ ഗുരു തന്നെ നമ്മളെ പറ്റി പറയുമ്പോൾ അതിലേറെ സന്തോഷം വേറെ എന്താ ഉള്ളത്? എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എല്ലാം മഹാദേവനാണ്. അദ്ദേഹത്തെയാണ് എൻ്റെ സുഹൃത്തായും എൻ്റെ വഴികാട്ടിയായും എൻ്റെ ഓരോ കാര്യങ്ങൾക്കും എന്നെ കൈപിടിച്ചുയർത്തുന്നത് ആ മഹാശക്തിയാണ്. ഭഗവാന്റെ അടുത്ത് നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ വീഡിയോയിൽ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും വലിയൊരു അനുഗ്രഹം അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കാൾ വലിയൊരു ഗുരു എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ആ മഹാഗുരുവിനെ കൂടി ഈ നിമിഷം ഓർക്കുകയാണ്. ആ ഗുരുവിൻ്റെ കാൽക്കീഴിൽ ഈ നിമിഷം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് കിട്ടിയ മഹാഭാഗ്യത്തെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് നന്ദിയോടെ. ഒരു ഗുരു ആവുക എന്ന് പറയുന്നത്
എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നെ സംബന്ധിച്ചിട്ട്, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട്. കാരണം നമുക്ക് 1000 ശിഷ്യന്മാരുണ്ട് എന്ന് പറയുന്നേക്കാൾ ഉപരിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന ശിഷ്യരിൽ നിന്നും ഏറ്റവും മികച്ചതായിരിക്കണം നാം സൃഷ്ടിക്കേണ്ടത്. 100 പേരെ പഠിപ്പിച്ചു, 1000 പേരെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ശിഷ്യരുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം. നിങ്ങളുടെ കൈകളിൽ നിന്നും പഠിക്കുന്നത് ചിലപ്പോൾ 100 പേരായിരിക്കാം, അല്ലെങ്കിൽ 10 പേരായിരിക്കാം. ആ 10 പേരും അവരുടെ ജീവിതത്തിൽ ഉയർത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാൻ വിനുപ് സാറിൽ നിന്ന് പഠിച്ച ഒരു വലിയൊരു കാര്യം അതായിരുന്നു. കാരണം റേക്കി എന്നൊരു വിദ്യ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ടെക്നിക്ക് നമ്മളെ പഠിപ്പിച്ച് വിടുക എന്നതല്ല സാർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഉയർത്താനുള്ള വഴികളായിരുന്നു സാർ എപ്പോഴും പറഞ്ഞു തരാറുള്ളത്. അത് ഞാനും ഒരു ഗുരുവായപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പകർന്നു കൊടുക്കുന്നത് ആ രീതിയിലാണ്. എനിക്ക് കിട്ടിയ ആ വരദാനത്തെ, അതിൻ്റെ എല്ലാ മൂല്യവും പവിത്രതയും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഞാൻ അവരിലേക്ക് രേഖി എത്തിക്കുന്നത്. അതിനെന്നെ പ്രാപ്തമാക്കിയ എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും ഈ നിമിഷം നന്ദി പറയുകയാണ്. വിനുപ് സാറിനോടും അതുപോലെ എല്ലാവരുടെയും മഹാഗുരുവായ മഹാദേവനോടും ഈ നിമിഷം നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ മറ്റൊരു ബ്ലെസ്സിങ്സാണ് എൻ്റെ നല്ല സ്റ്റുഡൻസ്. അവരോടും ഈ നിമിഷം നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ക്ഷമയോടെ എൻ്റെ ക്ലാസ്സിലിരുന്ന് സ്വയം ഉയരാനുള്ള തീരുമാനം, അല്ലെങ്കിൽ സ്വയം ഉയരേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ കൊണ്ടുപോകുന്ന വഴികളിലൂടെ ഏറ്റവും വിശ്വാസത്തോടെ എന്നോടൊപ്പം നടന്നു നീങ്ങിയ ഓരോ വിദ്യാർത്ഥികളോടും ഓരോ സ്റ്റുഡൻസിനോടും നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഈ ദിവസത്തെ ഓർക്കുകയാണ്. താങ്ക് യു ആൾ.